രീതിയൊക്കെ വളരെ കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ മറന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ തലമുറകളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ യുവതലമുറയൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യകത പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ അഴിച്ചുവിട്ടേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിതഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് നമ്മുടെ പൊതുവെ ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. പൊതുവെ ഇങ്ങനെ ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കുറവ് മൂലം ആണ് മിക്ക കുടുംബങ്ങളിലും വലിയ കലഹങ്ങളും പ്രശ്നങ്ങളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അതേസമയം ഇങ്ങനെ ഈ നിരന്തരം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ മറ്റുള്ള കുടുംബങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രശ്നങ്ങളൊക്കെ കുറവാണ്. പ്രശ്നങ്ങൾ തീരെ ഇല്ലെന്നല്ല ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറവാണ്. തന്നെയുമല്ല ഈ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം, കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഉണ്ടാകുന്നതിൻ്റെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ആ സ്നേഹം വളരണമെങ്കിൽ വളരെ അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് ഈ മരിച്ചുപോയ നമ്മുടെ പൂർവികർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാകുകയുള്ളൂ. ആ സ്നേഹത്തിൽ വളർച്ചയും ഉറപ്പും ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറയുകയും വലിയ അകൽച്ച ഉണ്ടാകുകയും പ്രശ്നങ്ങളും വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് മെയിനായിട്ട്.